ഓപ്പണിംഗ് അവറിൻ്റെ ഒരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. ഈ ഒരു ഷോ ഇന്നത്തെ ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നെനിക്കറിയില്ല. കാരണം ഓപ്പണിംഗ് അവറിൻ്റെ എല്ലാ എപ്പിസോഡും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ഇന്ന് തീർത്തും ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റിയൊരു ദിവസമേ അല്ല. അത്രത്തോളം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവത്തിനായിരുന്നു നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തം ഒരുപാട് പേരുടെ ജീവനെടുത്തു. അവസാനത്തെ കണക്കുകൾ ലഭിക്കുന്നത് 294 പേരുടെ മരണം സ്ഥിരീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നത്. 2 പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാന ദുരന്തത്തിനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ആ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു തീഗോളമായി മാറുകയായിരുന്നു വിമാനം. തീർച്ചയായിട്ടും വിമാനം ഇടിച്ചിറങ്ങിയത് ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ്. ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 10 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവനും പൊലിഞ്ഞിരിക്കുന്നു. അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു ദിവസം. ഉറ്റവരുടെ മൃതദേഹം പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് പലരും ഉള്ളത്. DNA ടെസ്റ്റുകളൊക്കെ തന്നെ അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നു. ഏതായാലും ആ ഒരു വലിയ ദുരന്തത്തിലും രമേശ് വിശ്വാസ് എന്നുള്ള ഒരു യുവാവ് രക്ഷപ്പെട്ടിരിക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടൽ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഉറ്റവരുടെ ഒരു വേദനയിൽ, നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്ക് ഇന്ന് അങ്ങേയറ്റം ഒരു വേദനാജനകമായിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ സാർ? ജാസ്മിൻ, വെരി സാഡ് ആൻഡ് അൺഫോർച്ചുനേറ്റ് മോർണിംഗ് എന്ന് പറയാതെ നിവൃത്തിയില്ല. യു ഡോണ്ട് വോണ്ട് ടു വേക്ക് അപ്പ് ടു സച്ച് കൈൻഡ് ഓഫ് ന്യൂസ്, അല്ലേ? നമ്മൾ ആഗ്രഹിക്കാത്ത ന്യൂസുകൾ. നമ്മൾ എന്നും ആഗ്രഹിക്കുമ്പോൾ US മാർക്കറ്റിനെ കുറിച്ചും മറ്റുള്ള ഇന്ത്യൻ മാർക്കറ്റിലെ ഹാൻഡ് ഓവറിനെ കുറിച്ചും മറ്റുള്ള പാരാമീറ്റേഴ്സിനെ കുറിച്ചും ആലോചിച്ച് എണീക്കേണ്ട ദിവസം ഇതേപോലത്തെ ഒരു സങ്കടകരമായിട്ടുള്ള ന്യൂസ് നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ജാസ്മിൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രാർത്ഥന എന്നും ഈ എന്താ പറയുക, ഇവരുടെയൊക്കെ ബന്ധുക്കളുടെ കൂടെ എന്നും ഉണ്ടാവുമെന്ന് തന്നെ പറയുന്നു. ബട്ട് ഈ പറയുന്ന പോലെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് നെഗറ്റീവ്സ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇതുപോലത്തെ ഒരു സങ്കട ദിവസം തന്നെ നമുക്ക് അറിയാം, ഒരു ഇറാനിന്മേൽ ഒരു അറ്റാക്ക് നടന്നു എന്നുള്ളത് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ബട്ട് അതിനു മുമ്പേ നമ്മുടെ ഈ ഒരു ബോയിങ്ങിൻ്റെ ഇഷ്യൂ ആയിട്ട് നമുക്കത് സംസാരിച്ച് പോകാതിരിക്കാൻ വയ്യ. അതായത് ഇഫ് ഇറ്റ് ഈസ് ബോയിങ് വി ആർ നോട്ട് ഗോയിങ് എന്നുള്ളൊരു സേയിങ് തന്നെ നമുക്കുണ്ട് എന്നുള്ളതാണ്. ബോയിങ്ങിൻ്റെ ചലഞ്ചസ് ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഡ്രീം ലൈനറിനെ സംബന്ധിച്ചിടത്തോളം 787 എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഫസ്റ്റ് ഫേറ്റൽ ആയിട്ടുള്ള ഒരു എയർ ക്രാഷാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് എന്താ വൈഡ് ബോഡി എയർക്രാഫ്റ്റ്സ് ആയിരുന്നു ശരിക്കും. അത് 1200 കസ്റ്റമേഴ്സിന് ഓൾറെഡി ഡെലിവറി ചെയ്ത അത് ഡെബ്യൂ ചെയ്തതിന് ശേഷം 1200 കസ്റ്റമേഴ്സിന് ഇതുവരെ ഡെലിവറി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ കമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു അത് ഡ്രീം ലൈനർ എങ്കിലും അതിൻ്റെ പ്രൊഡക്ഷൻ സപ്ലൈ ചെയിനിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിന് സംഭവിച്ചു എന്നുള്ള. അതിൻ്റെ ബാറ്ററിക്കൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ട് കുറച്ച് നാളായിട്ട് അതിനെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പേ തന്നെ ബോയിങ് അതിൻ്റെ പ്രൊഡക്ഷനെ ഹോൾട്ട് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളതൊക്കെ. ബട്ട് ഈവൻ തന്നെ ഇത്രയും വലിയൊരു അപകടം ഡ്രീം ലൈനറിന് സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സോളിഡ് സേഫ്റ്റി റെക്കോർഡുള്ള ഒരു എയർക്രാഫ്റ്റാണ് ബോയിങ് ഡ്രീം ലൈനർ എന്ന് പറയുന്നത്. ഏതാണ്ട് എന്താ പറയുക, ഇപ്പോൾ ഇത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ബോയിങ്ങിനെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടൈമിൽ തന്നെയാണ്. ഞാനിത് ബോയിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ യാത്ര ശരിക്കും നമ്മളിപ്പോൾ ഈ അഹമ്മദാബാദ് തന്നെ ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ഞാനൊരു ഫണ്ട് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് കാരണം ബോംബെയും അഹമ്മദാബാദും ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ എയർപോർട്ടിൽ തീർച്ചയായിട്ടും ഒരു 10-35 പ്രാവശ്യമെങ്കിലും ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ ഞാനിതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് വളരെ എന്താ പറയുക സെൻസിറ്റീവായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ആയിട്ടും നമ്മൾ ടച്ച് ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ബോയിങ്ങിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് നമ്മൾ എന്നും നമ്മുടെ ജീവനും എല്ലാം നമ്മൾ ബോയിങ്ങിന് കൈ കൊടുത്തിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു യാത്ര നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്നതെന്നുള്ള. ഇപ്പോൾ ബോയിങ്ങിനെ സംബന്ധിച്ച് ദിസ് കംസ് അറ്റ് എ വെരി ചലഞ്ചിങ് ടൈം. കാര്യം വെച്ചാൽ ദേ വർ ട്രൈങ് ടു റീഗെയിൻ ട്രസ്റ്റ്. കാര്യം അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അടുത്ത കാലത്തായിട്ട് അവർ ഈ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് കമേഴ്ഷ്യലായിട്ട് അതിനെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കോംപ്രമൈസുകൾ അതിൻ്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കി എന്നൊക്കെ ഒരു കംപ്ലൈൻറ്റ് നിലനിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഒരു ക്രാഷ് ഇപ്പോൾ എസ്പെഷ്യലി ഇന്ത്യയിൽ നടക്കുന്ന. കാര്യം ഇന്ത്യ ഒരു വലിയ ലാർജ് ഏവിയേഷൻ മാർക്കറ്റായിട്ട് ഉയരാൻ നിൽക്കുന്ന സമയം തന്നെയാണെന്നുള്ളത് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന പോലെ വളരെ ചലഞ്ചിങ് ടൈമാണ്. അവർ ആ ഒരു ട്രസ്റ്റ് റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അത് മാത്രമല്ല പാരീസ് എയർ ഷോന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു ബോയിങ്. അതായത് ലോകത്തെ കമേഴ്ഷ്യൽ ജെറ്റ്സിൻ്റെ ഏറ്റവും വലിയ ഓർഡേഴ്സ് നടക്കുന്നത് പാരീസ് എയർ ഷോയിലാണ്. ആ പാരീസ് എയർ ഷോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ് ഈ പറയേണ്ട കാര്യം. പിന്നെ ഈ പറയുന്ന ബോയിങ്ങിൻ്റെ സ്റ്റോക്സ് നമുക്കറിയാം. ബോയിങ് ആയെങ്കിലും GE എയറോസ്പേസ് ആണെങ്കിലും ഒക്കെ US മാർക്കറ്റിൽ അത് ഡൗൺ ആയിരുന്നു എന്നായിരുന്നു. ഫ്യൂസലേജ് സപ്ലൈ ചെയ്യുന്ന സ്പിരിറ്റ് എയറോസ്പേസ് സിസ്റ്റം എന്ന് പറയുന്നത് ആ കമ്പനിയുടെ സ്റ്റോക്കുകളും ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ദിവസം, സങ്കടകരമായിട്ടും. അതുമല്ല മാർക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി. അതുകൂടാതെ തന്നെ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം തന്നെ ഈ ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഓൺ ഇറാൻ എന്നുള്ളതാണ്. അതായത് അത് സ്പെസിഫിക്കലി ഇസ്രായേൽ പറയുന്നത് ഇറാനിൻ്റെ ന്യൂക്ലിയർ അസറ്റ്സിലാണ് ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തത് എന്നുള്ളതാണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ
ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് അത് അവരതിനെ വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഇറാന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഇറാൻ പറയുന്നത് ഇതെല്ലാം ഞങ്ങൾ ബ്ലെയിം ചെയ്യുന്നത് US-നെയാണ്. US അറിയാതെയോ US-ന്റെ സഹായമില്ലാതെയോ ഇസ്രായേലിന് ഇത് ചെയ്യാൻ ഇസ്രായേലിന് ചെയ്യാൻ ഇത് സാധിക്കത്തില്ല, അതിനുള്ള ധൈര്യവുമില്ല എന്നാണ് ഇറാൻ പറയുന്നത് തന്നെ. അത് ഈ പറയുന്ന പോലെ ആ ഒരു സംഭവം നമ്മളെ സംബന്ധിച്ച് ഒരു റിസ്ക് ഓഫ് ട്രേഡാണ്. റിസ്ക് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റിൽ നമ്മൾ റിസ്ക് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് എന്താ, ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞാൽ ഓർഡർലി നടക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതായത് ഗോൾഡ് കയറും, US ഡോളേഴ്സ് കയറും, US മാർക്കറ്റ് ഡൗൺ ആവും, ഇന്ത്യൻ മാർക്കറ്റ് ഡൗൺ ആവും, പൈസ നേരെ ഡിഫൻസീവ് സെക്ടേഴ്സ് ആയിട്ടുള്ള FMCG ഫാർമ കമ്പനികളിലേക്ക് പോകും. ഇതൊക്കെയാണ് ഒരു റിസ്ക് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ എപ്പോഴും പറയുന്നത് റിസ്ക് ഓൺ ട്രേഡ്. റിസ്ക് ഓൺ ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലോബൽ മണി റിസ്കി അസറ്റ്സിലേക്ക് കയറും. അതായത് സ്റ്റോക്സ്, ക്രിപ്റ്റോ കറൻസീസ്, അങ്ങനെയുള്ള കാര്യം, ഷോർട്ട് ടേം ബോണ്ട്സ്, ഇതിലൊക്കെയാണ് നമ്മുടെ പൈസ കയറുന്നത്. എന്നാൽ റിസ്ക് ഓഫ് ട്രേഡ് വരുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഗോൾഡ് കയറുക, ഓയിൽ കയറുക, US മാർക്കറ്റ് ഡൗൺ ആവുക, ഇന്ത്യൻ മാർക്കറ്റ് ഡൗൺ ആവുക, മേജർ ഗ്ലോബൽ ഇൻഡിസസ് ഡൗൺ ആവുക, ബോണ്ട് ഈൽഡ് കയറുക. അത് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഇറാൻ ഇസ്രായേൽ ഇഷ്യൂവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഓയിൽ തന്നെയാണ്. നമുക്ക് ഓവർനൈറ്റ് ആയിട്ട് ഓയിൽ നല്ല രീതിയിൽ കയറി 2 ദിവസമായിട്ട് ഓയിൽ നല്ല രീതിയിൽ സ്പൈക്ക് ചെയ്ത് ഏതാണ്ട് $75 പെർ ബാരൽ തന്നെയായി. ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് ഒരു നാരോ വാട്ടർവേ ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഒമാൻ. ആ സ്ട്രെയിറ്റിൻ്റെ ആ ഒരു ചാനലിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ നോർത്തേൺ സൈഡ് കൺട്രോൾ ചെയ്യുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാൻ്റെ മിലിറ്ററി ബേസസ് ഒക്കെ അതിൻ്റെ അടുത്തുണ്ട്. സാധാരണ നമ്മുടെ ഓയിൽ എക്സ്പോർട്ടിങ് കൺട്രീസ് ഇല്ലേ, ഓയിൽ എക്സ്പോർട്ടിങ് കൺട്രീസ് ആയിട്ടുള്ള സൗദി അറേബ്യ, UAE, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഖത്തറിനെ സംബന്ധിച്ച് ഗ്യാസാണ്, പിന്നെ ഇറാഖ്, കുവൈറ്റ്, ഇവരുടെയൊക്കെ ഓയിൽ മൂവ്മെൻ്റ് ഒക്കെ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗ്ലോബലി തന്നെ ഏതാണ്ട് 20% ഓഫ് ഓയിൽ മൂവ്സ് ത്രൂ ദിസ് സ്ട്രെയിറ്റ്. അതായത് 17 മില്യൺ ബാരൽസ് പെർ ഡേ അതിൽ വഴി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് മിലിറ്ററി അസറ്റ്സ് ഉള്ള ഇറാൻ ഇതിനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ JP മോർഗൻ റിപ്പോർട്ട് പറയുന്നത് ഓയിലിൻ്റെ പ്രൈസ് $120 per പോവാം എന്നുള്ളതാണ്. ഇത് പലപ്പോഴായിട്ട് ഇറാൻ ഇത് ത്രട്ടൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ഒരു എന്താ പറയുക അറ്റാക്ക് വരാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇത് ക്ലോസ് ചെയ്യുമെന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. US പലപ്പോഴും ഇറാനിൽ സാങ്ഷൻസ് കൊണ്ടുവരാൻ നേരത്ത് അവരിത് എന്താ പറയുക ത്രട്ടൻ ചെയ്തിട്ടുണ്ട്. ബട്ട് അങ്ങനെയൊന്നും അധികം നടന്നിട്ടില്ല എന്നുള്ള. ബട്ട് ഇപ്രാവശ്യം അത് നടക്കുമോ എന്നുള്ളത് വേൾഡും ഗ്ലോബൽ എക്കണോമിയും ഫിയർ ചെയ്യുന്നു എന്നുള്ളതാണ്. കാര്യം വെച്ചാൽ ഇപ്പം ഈ ടാരിഫ് ഒക്കെ ചെയ്ത് US-നോട് ദേഷ്യമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവർക്കും അല്ലേ. അതിൽ തന്നെ എല്ലാ രാജ്യങ്ങളും എതിരായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പം ഇറാനിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ ഇസ്രായേൽ ഇത് ചെയ്യാനുള്ള കാര്യം ത്തിന്റെ പുറകിൽ ഈ പറയുന്ന പോലെ US ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇവർ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗോണ ബി വെരി ഡിസ്റപ്റ്റീവ് ആൻഡ് വെരി ബാഡ് ഫോർ ദ ഗ്ലോബൽ എക്കണോമി. അപ്പോൾ ആ ഓയിൽ മാർക്കറ്റിന് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു കൺസേൺ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓയിൽ കയറി തന്നെയാണ് നിൽക്കുന്നത് ആൻഡ് വിച്ച് ഈസ് വെരി ബാഡ് ഫോർ ഇന്ത്യൻ എക്കണോമി. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നല്ല രീതിയിൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്ത്, ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്ത് റിഫൈൻ ചെയ്ത് തിരിച്ചുവിടുന്നത് നമ്മുടെ റിക്വയർമെൻ്റ് ആണ്. നമുക്കങ്ങനെ ഓയിൽ റിസർവ്സ് ഒന്നും വലുതായിട്ടുള്ള കൺട്രി അല്ല. അതുപോലെ നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിയുടെയും ഒരു റോ മെറ്റീരിയലാണ് ഈ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓയിൽ പ്രൈസ് റൈസ് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാക്രോ എക്കണോമിക് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റും ഒന്ന് ഓയിലുമാണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കൊരു എന്താ പറയുക ഒരു ഫോളിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് റെജീമിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണമെങ്കിലും ഓയിൽ കയറുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് കമ്പനികളുടെ പ്രോഫിറ്റ്സിനെയും പ്രോഫിറ്റ് മാർജിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം ഇൻഫ്ലേഷൻ കൂടാനുള്ള ചാൻസുകളും വളരെ ഹൈ ആണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഓയിലിൻ്റെ ഈ റൈസിനെ നമ്മളൊന്ന് സൂക്ഷിച്ച് വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഗതിയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ ഇനി ഡയറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം. പിന്നെ ഇത് പറയുന്ന പോലെ തന്നെ ഈ ഓയിലിൻ്റെ പ്രൈസ് കയറുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഷിപ്പിംഗ് ചാർജസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഹയർ ഇൻഷുറൻസും ആവും. ഈ ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ ജാസ്മിൻ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഈ ഓയിൽ കാരണം ഉണ്ടാകുന്ന ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇത് കൂടാതെ തന്നെ ഇന്നലെ നടന്ന ആ ഒരു എയർ ക്രാഷ് ഇന്ത്യൻ എയർക്രാഫ്റ്റ് ഇൻവോൾവ് ചെയ്ത ഏറ്റവും വലിയൊരു ഇൻഷുറൻസ് ക്ലെയിമായി മാറാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് എനിക്ക് തോന്നുന്നു അതിന് ഹള്ളില്ലേ, അതായത് ആ എയർക്രാഫ്റ്റ് ബോഡി അതല്ലാതെ പാസഞ്ചേഴ്സ് ഇത് രണ്ടിനും കൂടെ ചേർത്തിട്ടാണ് ഈ പറയുന്ന പോലെ നമുക്കൊരു ഇൻഷുറൻസ് ക്ലെയിം വരിക എന്ന് പറയുന്നത്. അതായത് ഹള്ളിന് തന്നെ ഏതാണ്ട് ഒരു
എസ്റ്റിമേറ്റ് അനുസരിച്ച്, ഇത് കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് ആണ്, നമുക്കറിയില്ല ഡ്രീം ലൈനർ എത്രയൊക്കെയാണ് ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത്. $80 million, $80 million ആവാനുള്ള ചാൻസും ഒരു $20-25 million പാസഞ്ചേഴ്സിനും വരാനുള്ള ചാൻസ് ഉണ്ട്. കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് അനുസരിച്ച് $120 million ടു ഏതാണ്ട് $280 million, അതായത് 2,400 കോടി രൂപ വരെ ഒരു ഇൻഷുറൻസ് ക്ലെയിം വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ ഈ എയർ ഇന്ത്യയുടെയൊക്കെ ഇൻഷുറൻസ് April 1 അത് പുതുക്കുന്നത് എന്നുള്ളത്. എല്ലാ കൊല്ലവും എല്ലാ എയർക്രാഫ്റ്റിനും April 1 മുതലാണ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ബ്രോക്കേഴ്സ് ആണ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് ബ്രോക്കേഴ്സ് ഇൻ ലണ്ടൻ അവരാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ അതിന് ആരൊക്കെയാണ് ഇൻഷുർ ചെയ്യുന്നത്? ഒരു പാനൽ ഓഫ് ഇൻഷുറേഴ്സ് ആണ് ഇൻഷുർ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ്സ് ഒക്കെ ഈ ടാറ്റാസ് എടുത്തതിന് ശേഷം അതിന്റെ മേജർ ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ടാറ്റ AIG ആണ്. അതിന്റെ കൂടാതെ തന്നെ ന്യൂ ഇന്ത്യ അഷ്വറൻസും കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അത്. എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിലായാലും ശരി, ക്രൂഡിൻ്റെ കാലഘട്ടത്തിലായാലും ശരി. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് സ്റ്റോക്സ് ഒക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നിഫ്റ്റിയുടെ റേഞ്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ കീ ലെവൽ നമുക്ക് വാച്ച് ചെയ്യേണ്ടത് 24,848. ഇത് ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് മാർക്കറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച് മുന്നോട്ടുള്ളതാണെങ്കിൽ റെസിസ്റ്റൻസ് ഏതാണ്ട് 25,150 എന്നുള്ള രീതിയിലും നമുക്ക് താഴോട്ടുള്ള ലെവലിൽ സപ്പോർട്ടാണെങ്കിൽ 24,500. ആ ഒരു റേഞ്ച് എന്ന് പറയുന്നതിന് 24,500 to 24,700 ഉള്ള റേഞ്ച് തന്നെയാണ്. ഈ പറയുന്ന പോലെ നമുക്കൊരു സ്റ്റോക്സിന്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇറ്റ് ഈസ് പോസിറ്റീവ് ഫോർ അപ്സ്ട്രീം ഓയിൽ കമ്പനീസ്, അതായത് ONGC, ഓയിൽ ഇന്ത്യ പോലുള്ള കമ്പനികൾക്ക് ഈ ഓയിൽ കയറിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പോൾ അതിനൊരു പോസിറ്റീവ് ബയസ് വന്നേക്കാം എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ് ഫോർ ഈ പറഞ്ഞ പോലെ ഏവിയേഷൻ കമ്പനീസ് ലൈക്ക് ഇന്റർഗ്ലോബ് ഏവിയേഷൻ ആൻഡ് ഡൗൺ സ്ട്രീം ഓയിൽ കമ്പനീസ് ലൈക്ക് HPCL എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു മാർക്കറ്റിലെ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് പറയാവുന്ന, മാർക്കറ്റിൽ നടക്കാവുന്ന ഒരു ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു വെച്ച് ഈ പ്രോഗ്രാം തുടങ്ങുന്നു എന്ന് മാത്രം. ഏതായാലും ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ടാറ്റ സ്റ്റോക്കുകളിൽ ഒരു ഇടിവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ലിസ്റ്റഡ് സ്പേസിലുള്ള ഏതാണ്ട് 16 കമ്പനികളുടെ സ്റ്റോക്കുകളാണുള്ളത്. ആ 16 എണ്ണത്തിലും ഇന്ന് വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എസ്പെഷ്യലി ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്നത് ഇന്നിപ്പോൾ 2.5% കൂടുതൽ നെൽക്കോയിൽ ഇടിവാണ്. അതോടൊപ്പം തന്നെ ടാറ്റ ടെക്നോളജീസ് 2.2% ഇടിവ് രേഖപ്പെടുത്തുന്നു. ടാറ്റ എലക്സി ഇടിവാണ്. ടാറ്റ സ്റ്റീൽ കമ്പനി, ടൈറ്റൻ, വോൾട്ടാസ്, ടാറ്റ കെമിക്കൽസ്, തേജസ് നെറ്റ്വർക്ക്, റാലിസ് ഇന്ത്യ തുടങ്ങിയ പ്രധാനപ്പെട്ട ടാറ്റ കമ്പനികളിലുടനീളം ഇന്നത്തെ മാർക്കറ്റിന്റെ ഇടിവിലും ഈ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലും തുടർന്ന് വലിയ ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ട്രെൻഡും 2.41% ഇടിഞ്ഞിരിക്കുന്നു. TCSന്റെ സ്റ്റോക്സിലും കാര്യമായിട്ടുള്ള ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സർ, മറ്റു പ്രധാനപ്പെട്ട ന്യൂസ് ബേസ്ഡ് എന്തെങ്കിലും നമ്മൾ ഇന്നത്തെ ഈ ഒരു ആഴ്ചയിലെ ഒരു അവസാനത്തെ ട്രേഡിംഗ് ഡേ കൂടിയാണ് ഇന്ന്. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട ഏതെങ്കിലും വാർത്തകൾ നമ്മൾ പ്രേക്ഷകർക്ക് അറിയിക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ജാസ്മിൻ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ പറഞ്ഞത് തന്നെയാണ് ശരി. അതായത് ഇന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉറ്റുനോക്കുന്നത് ടാറ്റ കമ്പനീസിന്റെ പെർഫോമൻസ് ഒന്ന്, രണ്ടാമത് ഇൻഷുറൻസ് കമ്പനീസ് സ്റ്റോക്സിന്റെ പെർഫോമൻസും കൂടെ നമ്മൾ നോക്കേണ്ടിയായിരിക്കുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, റിലയൻസ് ഏഷ്യൻ പെയിന്റ്സ് സെല്ല് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ്. അതായത് 3.6% ആണ് ഏഷ്യൻ പെയിന്റ്സിൽ റിലയൻസ് ഷെയർസ് സെല്ല് ചെയ്തത്. ഏതാണ്ട് 7,700 കോടി രൂപയാണ് റേസ് ചെയ്തതെന്നുള്ളതാണ്. ഇപ്പൊ ഈ RIL ഏതാണ്ട് 4.9%, 500 കോടി രൂപയ്ക്ക് ഏതാണ്ട് 2008 നമ്മുടെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നില്ലേ, ലേമൻ ബ്രദേഴ്സ് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ RIL മേടിച്ചതാണ്. ഏതാണ്ട് 17 കൊല്ലം കൊണ്ട് ഡിവിഡൻഡും ക്യാപിറ്റൽ അപ്രീസിയേഷനും കൂടെ ചേർന്ന് 23 ടൈംസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് RILന് കിട്ടി എന്നുള്ളതാണ് ഏഷ്യൻ പെയിന്റ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക്. ഇത് ഇപ്പോൾ ഏതാണ്ട് 2,201 രൂപയ്ക്ക് റിലയൻസ് 3.6% സെല്ല് ചെയ്തു എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കൂടാതെ തന്നെ റിലയൻസ് ഏതാണ്ട് 87 ലക്ഷം ഷെയറും കൂടി ഇനി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ്. നമുക്കറിയാം ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച് ഒരുപാട് ഹെഡ്വിൻസ് ഉണ്ട് സമയം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ, അതായത് ബിർള ഗ്രൂപ്പ് തന്നെ ബിർള ഓപ്പസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആയിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത് JSW പെയിന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം വന്ന സ്ഥിതിക്ക് ഈ പറയുന്ന പോലെ ഏഷ്യൻ പെയിന്റ്സിന് ചലഞ്ചിങ് ആയിട്ടുള്ള ടൈമാണ്. ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ക്രൂഡ് നന്നായിട്ട് കയറിയിരിക്കുന്നത് that is also negative for Asian Paints എന്നുള്ള കാര്യം. ഏഷ്യൻ പെയിന്റ്സിന്റെ ഈ പറയുന്ന പോലെ ഇമ്പോർട്ടന്റ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രൂഡ് റിലേറ്റഡ് ബൈ പ്രോഡക്ട്സും ആണെന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഇസ് ഓൾസോ ടേണിംഗ് ടു ബി എ നെഗറ്റീവ്. വലിയൊരു അണ്ടർ പെർഫോമർ ആയിരുന്നു കോവിഡിന് ശേഷം ഏതാണ്ട് ഏഷ്യൻ പെയിന്റ്സ്. ബട്ട് വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല ക്ലാസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസും വെൽ മാനേജ്ഡ് ആൻഡ് എഫിഷ്യന്റ് കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സ്. ബട്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ഡൈനാമിക് ആൻഡ് ബിസിനസ് സൈക്കിൾ അതിനെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അത് ഡിപ്രസ്
ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്നത് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം ജൂബിലൻ ഗ്രൂപ്പിന്റെ പ്രൊമോട്ടേഴ്സ് അവരുടെ 3 കമ്പനികളിലും സെല്ല് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 2150 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് പ്രൊമോട്ടർ ഭാരതീയ ഗ്രൂപ്പിന്റെ. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ജൂബിലൻ ഫുഡ് വർക്ക്സ് ആണ്. നമുക്കറിയാം ഡൊമിനോസ് പിസ ആണ് ജൂബിലൻ ഫുഡ് വർക്ക്സിന്റെ, പിന്നെ ഡൺകിൻ ഡോണറ്റ്സ്. ഇത് രണ്ടുമാണ് അവരുടെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്. 1.3 crore ഇക്വിറ്റി ഷെയർസ് ആണ് അവർ സെല്ല് ചെയ്തത്. ഏതാണ്ട് 2% ഇക്വിറ്റി 641 രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത് ജൂബിലന്റ് ഇൻഗ്രേവിയ, അതിനകത്ത് 7.5% സ്റ്റേക്ക് ആണ്. 1.2 crore ഷെയർസ് സെല്ല് ചെയ്തു. ഫ്ലോർ പ്രൈസ് 627 റുപ്പീസ്. പിന്നെ മൂന്നാമത് വരുന്ന ജൂബിലൻ കമ്പനി എന്ന് പറഞ്ഞാൽ ജൂബിലൻ ഫാർമോവയിൽ അവർ 3.5% സെല്ല് ചെയ്തിട്ടുണ്ട്. 54 ലക്ഷം ഷെയർ ആണ്. 1013 രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. അപ്പോൾ ജൂബിലന്റിന്റെ റിലയൻസിന്റെയും കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിലുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാൻ കാര്യം, ജീനസ് പവർ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ, അതിലൊരു GIC വലിയൊരു ഷെയർ ഹോൾഡറാണ്. GIC ഒരു ഫോറിൻ FII എന്ന് വേണമെങ്കിൽ പറയാം. അവർ 5.88% സെല്ല് ചെയ്തിട്ടുണ്ട്. 360 രൂപ പെർ ഷെയറിനാണ് അവർ സെല്ല് ചെയ്തത്. ആ സൈസ്, അതായത് ബ്ലോക്ക് ഡീൽ സൈസ് എന്ന് പറഞ്ഞാൽ 650 crore ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ 15% സ്റ്റേക്ക് ഉണ്ട് ഈ GICക്ക്, ഈ പറഞ്ഞ പോലെ ജീനസ് പവറിൽ. ഞാൻ ഇതിനകത്ത് ശ്രമിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ വളരെ കൺസേൺഡ് ആയിട്ട് പറഞ്ഞത്, നമ്മുടെ പ്രേക്ഷകരെയും ഇൻവെസ്റ്റേഴ്സിനെയും നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഫണ്ടമെന്റൽസ് നല്ലതാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു ബുള്ളിഷ് സ്റ്റാൻസ് തന്നെയാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ വാല്യുവേഷൻസ് ഫേവറബിൾ അല്ലാന്ന് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമ്മൾ എപ്പോഴും പറയും, നമ്മൾ എപ്പോഴും ഉറ്റുനോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ പ്രൊമോട്ടർ സെല്ലിംഗ് ആണ്. ഇപ്പം നമ്മൾ 2 ആഴ്ചയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ടർ സെല്ലിംഗ്, ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു 92,000 crores തന്നെ പ്രൊമോട്ടേഴ്സ് ബ്ലോക്ക് ഡീലിൽ കൂടി സെല്ല് ചെയ്തു എന്നും, ബ്ലോക്ക് ഡീൽ എന്ന് പറയുന്ന മെക്കാനിസം എങ്ങനെയാണ് എന്നൊക്കെയുള്ള നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പം നമ്മൾ പറയുന്നു, എന്നും പ്രൊമോട്ടേഴ്സ് അവരെ സ്വന്തം കമ്പനി സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് അവർ സെല്ല് ചെയ്യണേ എന്നുള്ളത്, വാല്യുവേഷൻ കംഫർട്ടാണോ ഇല്ലാത്തത്, അതോ അവർക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും അവരുടെ ഗ്രൂപ്പ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ എന്നുള്ളത് പ്രോബ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഈ ജീനസ് പവറിന്റെ കാര്യത്തിൽ GIC ഈ സെല്ല് ചെയ്തല്ലോ, അത് എന്തിനാണെന്നുള്ള റീസൺ ഇതുവരെ എനിക്ക് പുറത്ത് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു മാർക്കറ്റിനും അത് അറിവുണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ കൊല്ലമാണ് അവർ 15% സ്റ്റേക്ക് എടുത്തത്. ഒരു കൊല്ലം കൊണ്ട് സാധാരണ GIC അതിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കാര്യം അവർ എന്തുകൊണ്ടാണ് അത് നടത്തിയെന്നുള്ളത് വളരെ കീനായിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ടിയിരിക്കും. സംതിങ് ഈസ് ഹാപ്പനിങ്. മേ ബി ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, കാരണം ചിലപ്പോൾ നല്ലൊരു റിട്ടേൺ ഒരു കൊല്ലം കൊണ്ട് കിട്ടിക്കാണും. ബട്ട് ഇത്ര ഒരു ഷോർട്ട് ടേം ഒരു പ്ലെയർ അല്ല GIC. മേ ബി ചിലപ്പോൾ അൺയൂഷ്വൽ സർക്കംസ്റ്റൻസിൽ അവർ ചെയ്ത് കാണും. ബട്ട് ഇറ്റ് ഈസ് ഇംപെരറ്റീവ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു ഡൈവ് ഡീപ്പ് ഇൻ ടു ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്ന് നമ്മൾ നോക്കി വായിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതേപോലെ ഒരു ഇന്ത്യൻ ഡിഫൻസ് കമ്പനീസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ എന്താ പറയുക, ഇസ്രായേലിന്റെ വലിയൊരു ബയറാണ്. അതായത് ഈ പറയുന്ന മിസൈല്, റഡാർ, ഡ്രോൺസ് ഒക്കെ നമ്മൾ ഇസ്രായേലിൻ്റെ നിന്ന് ഒരുപാട് നമ്മൾ ബൈ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് $2.9 billion ബൈയിങ് ആണ് നമ്മൾ ഡിഫൻസ് സാധനങ്ങൾ നമ്മൾ അവരുടെ നിന്ന് മേടിക്കുന്നത്. ഇൻ റിട്ടേൺ ആയിട്ട് നമ്മൾ ആ ട്രേഡ് ഒരു ട്രീറ്റി പോലെ നമ്മൾ ഇൻ റിട്ടേൺ ആയിട്ട് കുറേ കമ്പോണൻസ് അവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, അവരുടെ ഡിഫൻസ് കമ്പനീസിന്. അത് മെയിൻലി ചെയ്യുന്ന കമ്പനീസ് തന്നെ നമ്മൾ ഇസ്രായേലി ഫേംസിന് കൊടുക്കുന്ന ഇന്ത്യൻ കമ്പനികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അഡാനി എന്റർപ്രൈസസിന്റെ ഒരു ഡിവിഷൻ കൊടുക്കുന്നുണ്ട്, ആസ്ട്ര മൈക്രോവേവ് കൊടുക്കുന്നുണ്ട്, ഭാരത് ഡൈനാമിക്സ് കൊടുക്കുന്നുണ്ട്, പ്രീമിയർ എക്സ്പ്ലോസീവ്സ് കൊടുക്കുന്നുണ്ട്, ഭാരത് ഫോർജ് കൊടുക്കുന്നുണ്ട്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ സ്റ്റോക്കുകൾക്ക് എന്തെങ്കിലും മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത് ഡിഫൻസ് കമ്പനീസിന് നല്ല ഒരു ടെയിൽ വിൻഡ് വന്ന് അത് നല്ല പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. ആ സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു ഐനോക്സ് ഇന്ത്യ, ഞാൻ ഈ ഐനോക്സ് ഇന്ത്യയുടെ പറയാന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച സെമി കണ്ടക്ടർ സ്റ്റോക്സിനെ കുറിച്ച് പറഞ്ഞു. ആ സെമി കണ്ടക്ടറിന്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ പാക്കേജിങ് ആൻഡ് അസംബ്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വാല്യൂ ചെയിൻ കംപ്ലീറ്റ് മെൻഷൻ ചെയ്തപ്പോൾ നമ്മൾ അതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യവും അത് കൂടാതെ തന്നെ ഗ്യാസസിൻ്റെ ഇമ്പോർട്ടൻസും നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ള, അതിനകത്ത് നമ്മൾ ലിൽഡേ ഇന്ത്യയും ഐനോക്സ് ഇന്ത്യയൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു അല്ലേ, ഗ്യാസസും കെമിക്കൽസും ഒക്കെ ഒരുപാട് ആവശ്യമുണ്ടെന്നുള്ള. ഇന്നിപ്പോൾ ഐനോക്സ് ഇന്ത്യക്ക് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് അവർ ഇന്ത്യയുടെ ഫസ്റ്റ് അൾട്രാ ഹൈ പ്യൂരിറ്റി അമോണിയ T50 ടാങ്ക് കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇന്നോവേഷൻ ആയിട്ട് പറയപ്പെടുന്നത്. ഇത് ചെയ്യുന്നതോടുകൂടി അവർ ഈ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ സോളാർ പാനൽ ഇൻഡസ്ട്രി എക്കോസിസ്റ്റത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ സെമി കണ്ടക്ടറിന്റെ സ്റ്റോക്കുകൾ പറഞ്ഞപ്പോൾ ഈ ഗ്യാസ് സപ്ലയേഴ്സിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നു. ഐനോക്സ് ഇന്ത്യ നമുക്ക് പറഞ്ഞു വെക്കാതെ വയ്യ എന്നുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം HCL ടെക്, അതായത് HCL ടെക് ഈ വോൾവോ കാർസ് ആയിട്ടൊരു ഡീല് സൈൻ ചെയ്തേക്കുന്നു. അവരുടെ എഞ്ചിനീയറിംഗ് സർവീസസ്, യൂട്ടിലിറ്റീസ് ആൻഡ് സൊല്യൂഷൻ
സൊല്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട്ണറായിട്ടാണ് HCL ടെക്കിനെ അവർ അപ്പോയിന്റ് ചെയ്തേക്കണമെന്നുള്ള വളരെ പോസിറ്റീവ് ന്യൂസാണ്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എന്താ മാർക്കറ്റിൽ ചെറിയ ചെറിയ ന്യൂസുകൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ദിവസം നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ടില്ല. നമുക്ക് ഇനി നേരെ വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലാണ്. എന്നാലും നമ്മളെ ഇന്നും ഹോണ്ട് ചെയ്യണതും മാർക്കറ്റിൽ ഇതിപ്പോൾ നമ്മൾ ഏതാണ്ട് തുടങ്ങി അരമണിക്കൂർ ആവാൻ പോകുന്നു. നമ്മളെ ഹോണ്ട് ചെയ്യുന്നത് ആ എയർ ഇന്ത്യയുടെ ദൃശ്യങ്ങൾ തന്നെയാണെന്നുള്ളതാണ്. അവർ പ്രേയേഴ്സ് ആർ വിത്ത് ദ ഫാമിലി എന്നുള്ളത്. മലയാളി കൂടിയുണ്ട്, ഒരു പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അവർ റിസൈൻ ചെയ്ത് തിരിച്ചു വരാൻ പോയ സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം ഉണ്ടായത്. ഏതായാലും അവരുടെയൊക്കെ കുടുംബത്തോടൊപ്പം ചേരുന്നു, അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ജാസ്മിൻ, അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കേണ്ടത്, നമ്മൾ അതിനകത്ത് നിന്ന് ഇപ്പം നമ്മൾ ട്വിറ്റർ നോക്കിയാലും അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണതിന് മുമ്പ് ഓരോ ഫാമിലി എടുത്ത ഈ പറയുന്ന പോലെ ഫോട്ടോസ്, അത് മാത്രമല്ല ഏതൊരു ലേഡി ഫോട്ടോ എടുത്തപ്പോൾ നമ്മുടെ ഗുജറാത്ത് എക്സ് ചീഫ് മിനിസ്റ്റർ നമ്മുടെ വിജയ് റൂപാണിയുടെ ഒരു പടം, അദ്ദേഹം മകളെ കാണാനായിട്ടാണ് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തതെന്നുള്ള, അദ്ദേഹം പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും BJPയുടെ ഹെഡും കൂടെയാണ്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ അവർ ഇമ്മീഡിയറ്റ്ലി എടുത്ത് അവർക്ക് റിലേറ്റീവ്സിനോ അവരുടെ ഫ്രണ്ട്സിനോ അയച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവരുടെയൊക്കെ ജീവൻ പൊലിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് എന്ത് ഷോർട്ടാണെന്നും എത്ര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ലൈഫും ജീവിതവും മാറുന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് ജീവിച്ചിരിക്കാനത്തോളം കാലം പരസ്പരം സ്നേഹത്തോടുകൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു പാഠം കൂടെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ. യെസ്, ഏതായാലും നമ്മൾ ഇപ്പോൾ ക്രൂഡിൻ്റെ വിലയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇന്ന് 7% ക്രൂഡ് വിലയിൽ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇപ്പോൾ ടയർ സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ജാസ്മിൻ, ഐ എം സോറി, ഒരു കാര്യം കൂടെ ഞാൻ പറയേണ്ടിയിരിക്കുന്നു. അതായത് നമ്മൾ ഇന്നെന്ന് പറയുന്നത് ഫ്രൈഡേ ദ 13th ആണ്. ഈ ഫ്രൈഡേ ദ 13th പൊതുവെ ഇപ്പൊ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരു 13th റൂം ഉണ്ടാവാറില്ല. പലയിടത്തും ഈ പറയുന്ന പോലെ ഈ 13th എന്ന് പറഞ്ഞാൽ വളരെ അൺലക്കി ആയിട്ട് ഭയങ്കര വെസ്റ്റേൺ കൾച്ചേഴ്സിലൊക്കെ പറഞ്ഞിട്ട് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ബിബിലിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനകത്ത്, ഹിസ്റ്റോറിക്കൽ ഈവൻസ് ഉണ്ട്, കുറച്ച് മിത്തുകളും ഫോക്ലോറുകളും കഥയൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സാഡ്ലി ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ഈ ഓപ്പണിംഗ് അവേഴ്സിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരാൻ നേരത്ത് നമ്മൾ എന്നും ഡേറ്റ് എഴുതി വെച്ചിട്ടാണല്ലോ നമ്മൾ നമ്മുടെ ബുക്കിൽ നമ്മൾ തുടങ്ങുന്നത്. അന്ന് നമ്മൾ എഴുതി വെക്കേണ്ടി വന്നത് ഫ്രൈഡേ ദ 13th എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഇന്നൊരു വളരെ 13th എന്ന് പറയുന്നത് എന്നും മോശമാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം തന്നെയായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നു എന്നുള്ളതാണ്. യെസ്, ഏതായാലും നമുക്കിപ്പോൾ ടയർ സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് വളരെ പെട്ടെന്നൊന്ന് പരിശോധിക്കാം. ക്രൂഡ് വിലയിലുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം ടയർ സ്റ്റോക്കുകളിൽ കാര്യമായിട്ടുള്ള ഒരു ഇടിവിന് കാരണമായിട്ടുണ്ട്. JK ടയർ 1.5% ഇടിഞ്ഞിരിക്കുന്നു. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൽ 0.5% ഇടിവാണ്. അപ്പോളോ ടയേഴ്സ് 1% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്നു. ഗുഡിയർ ഇന്ത്യ ഇടിവിലാണ്. MRF, സിയറ്റ് തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ ഇടിവുണ്ട്. സിയറ്റ് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലേക്ക് മാറുന്നു. എങ്കിലും ടയർ സെഗ്മെന്റിൽ പൊതുവെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റിവിറ്റിയാണ് കാണുന്നത്. ഇനി ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് സഫാനാണ് ജോയിൻ ചെയ്യുന്നത്. സഫാൻ, ഇന്ന് ഈ ഒരു ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ആണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 1% കൂടുതൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നു. ഒരുപാട് അൺസർട്ടൈനിറ്റീസ് ഉണ്ട്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 250 പോയിന്റുകളുടെ ഇടിവ് ആദ്യ മിനിറ്റുകളിൽ തന്നെ രേഖപ്പെടുത്തുകയാണ്. നിലവിലത്തെ ഈ ഒരു കണ്ടീഷനിൽ ടെക്നിക്കൽ ലെവൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടത്? ജാസ്മിൻ, മാർക്കറ്റിൽ ഇപ്പോൾ ഗ്യാപ് ഡൗൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായി 2300 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിൽ ഈ ഒരു കറക്ഷൻ ഫേസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ ലെവലിൽ ഒരു ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിഫ്റ്റിയിൽ ഈ മണിക്കൂറിൽ 1% ഇടിവും ബാങ്ക് നിഫ്റ്റിയിൽ 1.12% ഇടിവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയിൽ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 2 സ്റ്റോക്കുകൾ അഡ്വാൻസ് ആയും 48 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിലാവട്ടെ 30 സ്റ്റോക്കുകളും ഡിക്ലൈൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ബാങ്ക് നിഫ്റ്റിയിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളെല്ലാം നല്ലൊരു സെൽ ഓഫ് ആണ് ഈ മണിക്കൂറിൽ രേഖപ്പെടുത്തുന്നത്. മാർക്കറ്റ് ബ്രെഡ്ത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് 2 days ആയിട്ട് 50 വീക്ക് ഹൈ റേഷ്യോ നല്ലൊരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. ഇനി നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സിൽ ഭാരത് ഇലക്ട്രോണിക്സ് 1.28% മുന്നേറ്റവും ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് 0.98% മുന്നേറ്റവും രേഖപ്പെടുത്തും. അതുപോലെ സിപ്ലയിൽ നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ലോസേഴ്സിൽ അദാനി പോർട്സ് 2% ഇടിവും കോട്ടക് മഹീന്ദ്ര ബാങ്ക് 1.97% ഇടിവും രേഖപ്പെടുത്തുന്നു. അതുപോലെ ട്രെൻഡ്, അൾട്രാടെക്, സിമെന്റ്, പവർ ഗ്രിഡ് എന്നീ ഓഹരികളിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവും പ്രകടമാവുന്നു. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ എല്ലാ സ്റ്റോക്കുകളിലും ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഇത് ടോപ്പ് ലോസേഴ്സിൽ കനറ ബാങ്ക് 3.74% നല്ലൊരു ഇടിവ് രേഖപ്പെടുത്തുന്നു. അതുപോലെ AU സ്മോൾ ഫിനാൻസ് 1.79% ഇടിവും കോട്ടക് മഹീന്ദ്ര ബാങ്ക് 1.93% ഇടിവ് രേഖപ്പെടുത്തുന്നു.
പഞ്ചാബ് നാഷണൽ ബാങ്ക്, SBI ഓഹരികളിലെല്ലാം നല്ലൊരു ഇടിവ് തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ലെവൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ റീസെൻ്റ് ആയിട്ട് ഒരു ഫോൾസ് ബ്രേക്കൗട്ടാണ് നമുക്ക് ലഭിച്ചത്. ഒരു ബേസ് ബ്രേക്കൗട്ട് ലഭിച്ചതിന് ശേഷം നല്ലൊരു സെൽ ഓഫ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു വെയിറ്റ് ആൻഡ് വാച്ച് സെനാരിയോ ആണ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ഇനി സ്റ്റോക്ക് ന്യൂസായി പങ്കുവെക്കാനുള്ളത് DCM ശ്രീറാം ഹിന്ദുസ്ഥാൻ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഓഹരികൾ അക്വയർ ചെയ്യുന്നു എന്നതാണ്. ഇത് ഏറ്റെടുക്കൽ മൂല്യം വരുന്നത് 375 കോടി രൂപയാണ്. DCM ശ്രീറാമിൻ്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു സ്ലോ ആൻഡ് ചോപ്പി മൂവറാണ്. ലാസ്റ്റ് 2 days ആയിട്ട് സ്പൈക്കിംഗ് വോളിയം ആക്ഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1220 എന്ന ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സ് റാലി ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ട്രെൻഡിങ് സ്റ്റോക്കായ ഇൻ്റലക്ട് ഡിസൈൻ അരീനയിൽ ഒരു ഫോൾസ് ബ്രേക്കൗട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ലഭിച്ചിട്ടുള്ളത്. എങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ സ്റ്റേറ്റ് വീക്ക് ആയിട്ടില്ല. അതായത് ഈ സ്റ്റോക്കിൽ കൺഫേം അപ് ട്രെൻഡിലാണ് സ്റ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് 1.45% ഇടിവ് രേഖപ്പെടുത്തുന്നത്. ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നെക്സ്റ്റ് അപ്സ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് നവാർ എന്നൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് ബ്രേക്കൗട്ട് സോണിൽ അരികെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ തന്നെ ഹൈ ബുള്ളിഷ്നെസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് 1.40% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും റെസിസ്റ്റൻസ് സോണിൽ ഹൈ വോളിയം ബൈയിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് പാരദീപ് ഫോസ്ഫേറ്റ്സ് ആണ്. ഇത് അഗ്രികൾച്ചർ സെക്ടറിലുള്ള ഒരു സ്റ്റോക്കാണ്. ഒരു സ്വിംഗ് ട്രേഡിംഗ് കാൻഡിഡേറ്റായി കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് കൺഫേം അപ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. 158 ഒരു സ്ട്രോങ് സപ്പോർട്ടായി കൺസിഡർ ചെയ്യാവുന്നതാണ്. റീസെൻ്റ് ആയിട്ട് വോളിയം ഡ്രൈ അപ്പ് ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോർ റാലി പോസിബിലിറ്റി എന്നതാണ്. അടുത്തതായി JB കെമിക്കൽസ് ഫാർമയെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതും ഒരു റെസിസ്റ്റൻസ് സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നൊരു നേരിയ തോതിലുള്ള ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഇതിന് ടെക്നിക്കൽ സ്റ്റേറ്റ് സ്റ്റിൽ നോട്ട് വീക്കാണ്. വോളിയം ഡ്രൈ അപ്പ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് സെനാരിയോ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അടുത്തതായി ട്രൈഡൻറ്റ്, അത് പുൾ ബാക്ക് റാലി സ്റ്റേജിൽ ട്രേഡ് ചെയ്യുന്ന ട്രൈഡൻറ്റിൻ്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു ഇടിവ് രേഖപ്പെടുത്തി, അതായത് 1.88% ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ലോവർ ലെവലിൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ സ്റ്റോക്കിൽ സ്റ്റിൽ റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് ആണ്. കൂടാതെ ഒരു നല്ല വോളിയം ഡിമാൻഡ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ നെക്സ്റ്റ് ലെവലായി 32 മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് റാലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഡോ തിയറി പ്രകാരമുള്ള ട്രെൻഡ് റിവേഴ്സലിന് ട്രൈ ചെയ്യുന്ന അലോക് ഇൻഡസ്ട്രീസിയുടെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഫോൾസ് ബ്രേക്കൗട്ടാണ് റീസെൻ്റ്ലി ഫോം ചെയ്തിട്ടുള്ളത്. അത് ലാസ്റ്റ് 2 days നല്ലൊരു വോളിയം ബിൽഡപ്പ് ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ സപ്ലൈ സോണിൽ നല്ലൊരു സെൽ ഓഫ് ആണ് വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് എല്ലാം 70 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റിൽ ടെക്നിക്കൽ സ്റ്റേറ്റ് വീക്ക് ആയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ സപ്ലൈ സോണിൽ ഇനി ഫോം ചെയ്യുന്ന ക്യാൻഡിൽസ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായി PTC ഇൻഡസ്ട്രീൻ്റെ ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ലാസ്റ്റ് 5 days ആയിട്ട് മൊമെൻറ്റം ബിൽഡപ്പ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്ക് റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ട്രേഡ് ചെയ്യുന്നത്. ക്യാൻഡിൽ പെക്കുലാരിറ്റി നോക്കുകയാണെങ്കിൽ മൊമെൻറ്റം വിത്ത് ലിക്വിഡിറ്റി റഷ് ഇൻഡിക്കേഷൻസ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിനെ ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയായി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഡാറ്റ പാറ്റേൺസിൻ്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഏരിയയിലാണ്. റീസെൻ്റ്ലി ഒരു സെൽ ഓഫ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റിൽ നോട്ട് വീക്കാണ്. ഇന്ന് 1.58% മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. മാർക്കറ്റ് ഇത്രയും വീക്കായിട്ട് പോലും നല്ലൊരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഇതിൻ്റെ സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു ഗുഡ് തിങ്. അടുത്തതായി സെക്ടോറിയൽ ഇൻഡീസസിലെല്ലാം നോക്കുമ്പോൾ ഒട്ടുമിക്ക എല്ലാ സെക്ടേഴ്സിലും പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മീഡിയ സെക്ടർ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ഈ ഒരു സെക്ടർ ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ലാസ്റ്റ് ഡേ ഹയർ ലെവലെല്ലാം റിജക്ഷൻ ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. 1750 എന്ന ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഒരു റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി IT സെക്ടർ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഫോൾസ് ബ്രേക്കൗട്ട് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഫോളോ ത്രൂ ക്യാൻഡിലൊന്നും പ്രോപ്പറായി ഈ ഒരു സെക്ടറിൽ വർക്ക് ആവുന്നില്ല. സ്ട്രോങ് സപ്പോർട്ടായി 36,700 എന്ന ലെവലിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് FMCG സെക്ടറാണ്. ഇതും ബിയറിഷ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. മോർ കറക്ഷൻ പോസിബിലിറ്റി ആണ് ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
ഇനി ഫാർമ സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇത് റെസിസ്റ്റൻസ് സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് 22,000 എന്ന ലെവലിൽ ഒരു സപ്ലൈ സോണായി ആക്ട് ചെയ്യുന്നുണ്ട്. ഹയർ ലെവലെല്ലാം നല്ല റിജക്ഷൻ ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന് മുകളിൽ 22,000 മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സെക്ടറിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവൂ. ഇനി സ്റ്റോക്ക് എഡ്ജ് ഫോക്കസ് ലിസ്റ്റിലുള്ള റെയിൻബോയുടെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റൗണ്ട് ബോട്ടം പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് അപ്പ് വോളിയം ലാസ്റ്റ് 10 ഡേയ്സിൽ ഉണ്ടായിരുന്ന ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോർ റാലി പോസിബിലിറ്റി എന്നത് തന്നെയാണ്. ലോവർ ലെവലിലെല്ലാം വോളിയം ബേസ്ഡ് ബൈയിങ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് OFSS ആണ്, അതായത് ഒറാക്കിൾ ഫിൻ സർവീസ് ആണ്. ഇത് ട്രെൻഡ് റിവേഴ്സൽ സ്റ്റേജിലാണ് ട്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ സെല്ലിംഗ് വോളിയവും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് ഹൈ ബുള്ളിഷ്നെസ് ആണ് ഇൻഡിക്കേഷൻസ് നമുക്ക് ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 11th ജൂണിന്റെ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് അദാനി പവർ ആണ്. അദാനി പവറിലും ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. 11th ജൂണിന്റെ ക്യാൻഡിലെല്ലാം വോളിയം ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. 587 എന്ന ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചോളം ക്ലോസിംഗ് ലഭിച്ചാലുള്ളൂ ടെക്നിക്കലി പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്തതായി CCL പ്രൊഡക്ട്സ് എന്ന സ്റ്റോക്കിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് സോണിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 882 എന്ന ലെവലിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മാർക്കറ്റ് ബ്രെഡ്ത്ത് അനലൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേ സ്ട്രോങ് മൂവേഴ്സ് 40 ഉള്ളൂ. ഇത് ഒരു ഗുഡ് നമ്പർ അല്ല. അതായത് MMI ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റേജിലാണ് എന്നതാണ്. യെസ്, ഇവയൊക്കെയാണ് ഈ മണിക്കൂറിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ജാസ്മിൻ. യെസ്, ഇപ്പോൾ സഫാനാണ് മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ ഏവിയേഷൻ സ്റ്റോക്സിലും സുരജ് സർ വലിയൊരു ഇടിവ് കാണുന്നുണ്ട്. സ്പൈസ് ജെറ്റിൻ്റെ ഓഹരികൾ 2% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്റർഗ്ലോബ് ഏവിയേഷൻ, അതായത് ഇന്ത്യയുടെ സ്റ്റോക്സ് 4% കൂടുതലുള്ള ഒരു വീഴ്ചയിലേക്ക് പോയിരിക്കുകയാണ്. ഗ്ലോബൽ വെക്ട്ര ഹെലികോർപ്പ് 1.5% ഇടിവ് രേഖപ്പെടുത്തുന്നു. താൽ എന്റർപ്രൈസസ്, ജെറ്റ് എയർവേസ് തുടങ്ങിയ ഓഹരികളിലെല്ലാം തന്നെ ഇടിവ് തുടരുകയാണ്. ഇന്നിപ്പോൾ ഈ ഒരു തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് മാർക്കറ്റും ഇതിനെ ആ ഒരു രീതിയിലേക്ക് തന്നെ എടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഒരുപാട് സ്റ്റോക്കുകളിൽ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് മേഖലയിൽ പ്രത്യേകിച്ച് ഇൻഷുറൻസ് കമ്പനികൾ ഈ പറയുന്ന ഏവിയേഷൻ സെഗ്മെന്റിലെ സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഒരു വലിയ ഇടിവ് നമുക്ക് കാണുന്നുണ്ട്. മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും 2 ഓഹരികളിൽ മാത്രം ONGC, BEL തുടങ്ങിയ ഓഹരികളിൽ മാത്രം മുന്നേറ്റവും ബാക്കിയുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോക്സിലും ഇടിവ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അത്ര ഭേദപ്പെട്ട ഒരു ദിവസം അല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് നൽകേണ്ടതുണ്ട്. അതിനായിട്ട് പ്രദീപ് സാർ ജോയിൻ ചെയ്യും. സാർ, അതിനു മുൻപ് പ്രേക്ഷകരുമായിട്ട് നമുക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഈ ഒരു ദിവസത്തിൽ വെക്കാനുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടേഴ്സിൽ നമുക്കൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടോ? ജാസ്മിൻ, നമുക്ക് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അല്ലല്ലോ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ പൊതുവെ നമുക്ക് മാർക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നത് ഒന്നാമത് ടാറ്റ ഗ്രൂപ്പ് കമ്പനീസ്, രണ്ടാമത് ഇൻഷുറൻസ് കമ്പനീസ്, മൂന്നാമത് എയർലൈൻസ് റിലേറ്റഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇൻഡിഗോ എയർലൈൻസ്, അത് പോരാതെ അഡാനി എന്റർപ്രൈസസ് ആൻഡ് GMR എയർപോർട്ട്സ്. കാര്യം എയർപോർട്ട്സും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് വരും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ ഈ ക്രൂഡ് റിലേറ്റഡ് ആയിട്ട്, അതായത് ക്രൂഡ് റോ മെറ്റീരിയൽ ആയിട്ട് വരുന്ന കമ്പനീസ്, ഇപ്പോൾ ടയർ കമ്പനീസ്, പെയിന്റ് സ്റ്റോക്സ് എന്നിങ്ങനെ കമ്പനികളെയും കൂടെ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും സെക്ടേഴ്സ് ഇന്നത്തെ ദിവസം ഒരു നീജർക്ക് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ. മേ ബി ഇവിടെ വച്ചിട്ട് ഈ പറയുന്ന പോലെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ ഒന്ന് ശമനം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഒരു വ്യത്യസ്തമായിട്ടുള്ള, അതായത് തിങ്കളാഴ്ച അടുത്ത ആഴ്ച നമ്മൾ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. ബട്ട് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ഈ വക സെൻസിറ്റീവ് സ്റ്റോക്സിലായിരിക്കും കൂടുതലും ഇമ്പാക്ട് എന്നുള്ളത് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ GMR എയർപോർട്ടിന്റെ സ്റ്റോക്സിൽ 0.5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെയും സ്റ്റോക്ക് ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 0.5% കൂടുതൽ ഇടിവ് 81 രൂപയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചിരിക്കുന്ന സാർ ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ടാറ്റ സ്റ്റോക്സ്, ഏവിയേഷൻ, ക്രൂഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട പെയിന്റ്, ഒപ്പം ടയർ സെഗ്മെന്റ്, ഈ പറയുന്ന എയർപോർട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ പ്രേക്ഷകർ ഒന്ന് വാച്ച് ചെയ്തിരിക്കുക. ആ സെഗ്മെന്റുകളിൽ ഉടനീളം ഒരു ഇടിവ് തന്നെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്കിലേക്ക് പോകേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്.
പ്രദീപ് സാർ, ആദ്യം തന്നെ നമുക്ക് മാർക്കറ്റിന്റെ ഒരു ഔട്ട്ലുക്ക് വെച്ച് തന്നെ തുടങ്ങാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റി അടക്കം വലിയ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ നിലവാരം രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. നിലവിൽ 24,600 എന്നുള്ള ഒരു നിലയിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. 1% കൂടുതൽ നിഫ്റ്റി ഇടിവ് രേഖപ്പെടുത്തുന്ന ഈ ഒരു ട്രേഡിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറുകൾ തന്നെ പിന്നിടുന്ന സമയത്ത് ഇനി നിർണായകമാകുന്ന ലെവൽസ് നിഫ്റ്റി 50-ൽ ഏതാണ്? ഈ ഒരു ഇടിവിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജാസ്മിൻ, നമ്മൾ നിഫ്റ്റി 50 പഠിക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന മെയ് മാസം മുതൽ നിഫ്റ്റി 50 24,400 25,200 ഈ ഒരു റേഞ്ചിൽ സൈഡ് വേസ് കൺസോൾട്ടേഷൻ ആയിരുന്നു നടത്തി വന്നത്. സോ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചിരിക്കുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്. ആൻഡ് ഈ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നടന്ന സമയത്ത് വീണ്ടും സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് 24,400 പോയിന്റിലാണ്. അതിനുശേഷം നിഫ്റ്റി കാര്യമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ ഇന്ന് നേരിട്ടിട്ടില്ല. സോ ദാറ്റ് ഈസ് ദ പോസിറ്റീവ് നമുക്ക് ഒരു പോസിറ്റീവ് ടേക്ക് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. സോ ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 24,400 സപ്പോർട്ട് തന്നെ ആയിരിക്കണം. സോ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡിന് ഒരു കേടും പറ്റത്തില്ല. ഓൺ ദ കോൺട്രറി, ഈ ഒരു കറക്ഷൻ നമുക്കൊരു ബൈയിങ് അവസരമായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. റൈറ്റ്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോയാലും ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു. നിഫ്റ്റിയിൽ നിന്നും നിഫ്റ്റിക്ക് സമാനമായിക്കൊണ്ട് 1% കൂടുതലുള്ള ഒരു ഇടിവ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമ്മൾ കാണുന്നുണ്ട്. 55,400 എന്നുള്ളൊരു റേഞ്ചിലാണ്, ആ ഒരു ലെവലിലാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 54,300 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിഫ്റ്റി ബാങ്കിൽ നമുക്കൊരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. ഇനി സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആദ്യം ചോദിക്കുന്നത് ജൂബിലിയൻ ഫാർമയുമായി ബന്ധപ്പെട്ടാണ്. ഒരു ബ്ലോക്ക് ഡീലിന് പ്രൊമോട്ടർ തന്നെ ഒരു ഓഹരികൾ വിൽക്കാനുള്ള ഒരു സാധ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ജൂബിലിയൻ ഫാർമയുടെ ഒരു ലോങ് ടേം ട്രെൻഡ് എങ്ങനെയാണ്? ജൂബിലിയൻ ഫാർമയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇന്നത്തെ മാർക്കറ്റിൽ എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോഴേക്കും ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ജൂബിലിയൻ ഫാർമയുടെ ഏറ്റവും മേജർ സപ്പോർട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് 1,000 രൂപയില 1,000 രൂപയുടെ സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരും. ബട്ട് ഇന്നത്തെ മാർക്കറ്റിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. അഗെയിൻ മറ്റൊരു സ്റ്റോക്ക് സാർ ജൂബിലിയനുമായി ബന്ധപ്പെട്ട് തന്നെ ജൂബിലിയൻ ഫുഡ് വർക്ക്സ് ആണ്. ഇന്നിപ്പോൾ ഒരു നേരെ പോസിറ്റീവ് നോട്ടിലേക്ക് ട്രേഡിംഗ് മാറുന്നു. 1.34% എന്നുള്ളൊരു നിലയിലേക്കാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 676 രൂപ എന്നുള്ളൊരു റേഞ്ചിലാണ് ജൂബിലിയൻ ഫുഡ് വർക്ക്സിന്റെ സ്റ്റോക്സ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിലും കൂടെയുള്ള സാറിന്റെ ഒരു ടേക്ക്? ജൂബിലിയൻ ഫുഡ് വർക്ക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 705 രൂപ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ എടുക്കാൻ സാധിക്കും. മറ്റൊരു സ്റ്റോക്ക് ടോറന്റ് പവർ ആണ്. സാർ ഇന്നിപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ 1% ഒരു നേട്ടം കാണുന്നു. 1,400 രൂപയും മറികടന്നാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ടോറന്റ് പവറിലുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ഈ ഒരു മൊമെന്റം തുടരാനുള്ള ഒരു സാധ്യത ഇനി എത്രത്തോളം ഉണ്ട്? Unfortunately, Jasmine, ടോറന്റ് ഫാർമയുടെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിൽ ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 1,470 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ടോറന്റ് പവർ ആയിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ICICI ബാങ്കിനെ കുറിച്ചാണ് സർ ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 0.5% കൂടുതൽ ഒരു ഇടിവ് ICICI ബാങ്കിന്റെ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. 1,413 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ICICI ബാങ്ക്, HDFC ബാങ്ക് മുതലായ സ്റ്റോക്സിലൊക്കെ കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിരുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റി ബാങ്കിലും നിഫ്റ്റി 50-ലും ഒക്കെ കണ്ടതുപോലെ തന്നെ ICICI ബാങ്കിന്റെ കേസിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ആദ്യ നിമിഷങ്ങളിൽ കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1,380 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
ഇന്നത്തെ ട്രേഡിൽ വീണ്ടും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സർ, ഏഷ്യൻ പെയിൻസിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇസ്രയേൽ ഇറാന്റെ ഒരു അറ്റാക്കിനെ തുടർന്ന് വലിയ രീതിയിൽ ക്രൂഡിന്റെ കാര്യത്തിൽ ഒരു മുന്നേറ്റം നമ്മൾ കണ്ടതാണ്. ക്രൂഡ് വില ഇത്രയും ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടയർ സെഗ്മെന്റ്സ് ഒപ്പം പെയിന്റ് സെഗ്മെന്റുകളിലൊക്കെ തന്നെ വലിയ ഇടിവ് നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ. അതിൽ ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ചിടത്തോളം 1% തന്നെ ഇടിവ് രേഖപ്പെടുത്തുന്നു. ഇനി ഏഷ്യൻ പെയിന്റ്സിൽ സാറിന്റെ ഒരു വ്യൂ പോയിന്റിൽ പ്രധാനമായിട്ടുള്ള ലെവൽസ് ഏതൊക്കെയാണ് വാച്ച് ചെയ്യേണ്ടത്? ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് ഏഷ്യൻ പെയിന്റ്സിന്റെ ഫൈനാൻഷ്യൽസ് വളരെ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. പെയിന്റ് മേഖലയിൽ ഓൾറെഡി JSW സ്റ്റീൽ അതുപോലെ തന്നെ ഗ്രാസും ഇവരുടെയൊക്കെ എൻട്രി വന്നതിനെ തുടർന്ന് ഇവരുടെ പ്രോഫിറ്റ് മാർജിനെയും അവരുടെ ബിസിനസ്സിനെയും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. സോ അതിനെ തുടർന്ന് ഓൾറെഡി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇൻ ഏഷ്യൻ പെയിന്റ്സ് ബെയറിഷ് ആയി തുടരുകയായിരുന്നു. ആൻഡ് ഇന്ന് നമുക്ക് ആ ഒരു ട്രെൻഡിൽ ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. സർ, ഇനി CSB ബാങ്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. 1.39% ഒരു ഇടിവ് സ്റ്റോക്ക് ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. CSB ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതാകട്ടെ 383 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ്. ഈ ഒരു ബാങ്കിങ് ഓഹരിയുടെ ഒരു പെർഫോമൻസിനെ ഇതുവരെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ സ്ട്രോങ് ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് CSB ബാങ്ക് ഇപ്പോൾ തുടരുന്നത്. ആൻഡ് നമ്മൾ എസ്പെഷ്യലി മെയ് മാസം മുതൽ സ്റ്റഡി ആണെങ്കിൽ മെയ് മാസത്തിൽ ഏകദേശം 270 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 400 രൂപ വരെ എത്തിയിരുന്നു. ഇന്ന് എഗെയിൻ ഓവറോൾ മാർക്കറ്റിൽ കണ്ടിരിക്കുന്ന ആ വീക്ക്നെസ്സിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ആദ്യ നിമിഷങ്ങളിൽ ലഭിച്ചത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഗ്രാജുവലായിട്ട് വീണ്ടും ഒരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ഹയേഴ്സ് ആൻഡ് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 375 സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. പ്രദീപ് സർ, HCL ടെക്നോളജീസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. ഇതിപ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നു 1696 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ. ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു 2025 ജനുവരിയിലായിരുന്നു അതിൻ്റെ ഒരു 2012 രൂപ എന്നുള്ള ഒരു ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ആ ഒരു സ്ഥിതി അനുസരിച്ച് മുന്നോട്ട് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട്? HCL ടെക്നോളജിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇൻഫാക്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഇന്ന് കാലത്ത് കാണാൻ സാധിച്ചു. ബട്ട് ഓൾറെഡി ആ ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്ത് ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1735 രൂപ. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. അതിനുശേഷം നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. എൻ്റെ അടുക്ക ജാസ്മിൻ HCL ടെക്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എൻ്റെ ശ്രദ്ധ മറ്റൊരു ടെക്നോളജി സ്റ്റോക്കിലോട്ടും കൂടെ വന്നിട്ടുണ്ട്, വിച്ച് ഇസ് പെർസിസ്റ്റന്റ് സിസ്റ്റം. പെർസിസ്റ്റന്റ് കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് 5910 രൂപ. അതിന്റെ തൊട്ട് താഴെ ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വരുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. പ്രദീപ് സർ, ഇൻഡിഗോയാണ് അടുത്തൊരു സ്റ്റോക്ക്. ഇന്നിപ്പോൾ നിലവിൽ 3.5% പിന്നിട്ട് 4% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3.82% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നത്. ഓൾറെഡി ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് ക്രാഷ് എന്നീ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇന്ന് ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പല സ്റ്റോക്കുകളിലും ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഇൻഡിഗോയെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഇനി നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയായിരിക്കും? ജാസ്മിൻ, നമ്മൾ ഇൻഡിഗോ എയർലൈൻസിനെ കുറിച്ച് സംസാരിക്കും. നമ്മൾ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഈ സ്റ്റോക്ക് വെറും 3900 രൂപയിലായിരുന്നു ട്രേഡിംഗ് നടത്തിയിരുന്നത്. ഈ ആഴ്ച തിങ്കളാഴ്ച ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിയത് പുതിയൊരു ഓൾ ടൈം ഹൈ 5713 രൂപയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഓൾറെഡി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുകയായിരുന്നു. ഇന്ന് ഇൻഡിഗോ എയർലൈൻസിന്റെ കേസിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡിഫറെന്റ് പാറ്റേൺ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. മാർക്കറ്റിലുള്ള എല്ലാ സ്റ്റോക്സിലും കാണുന്ന പോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്, അതിനുശേഷം ഗ്രാജുവൽ റിക്കവറിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല.
ഓക്കെ, ഇനിയിപ്പോൾ മറ്റൊരു സ്റ്റോക്ക് DCM ശ്രീറാം ലിമിറ്റഡിന്റെ സ്റ്റോക്കാണ്. ഇന്നിപ്പോൾ 1% ഈ ഒരു സ്റ്റോക്ക് മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. സാർ, നിലവിൽ 1125 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫോറത്തിൽ അങ്ങനെ അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു സ്റ്റോക്കാണ്. DCM ശ്രീറാം is a mid cap stock and ഇതിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. 1150 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് ഇന്നത്തെ ട്രേഡിൽ ആക്ച്വലി പ്രേക്ഷകരെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇറ്റ് ഈസ് ആക്ച്വലി ദ ഡിഫൻസ് സ്റ്റോക്സ്. പർട്ടിക്കുലർലി ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് പേഴ്സണൽ ഡിസ്ക്ലോഷർ, എനിക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് ലോങ് പൊസിഷൻ ഉള്ള ഒരു സ്റ്റോക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ഈ സ്റ്റോക്ക് ഇന്നത്തെ ആരംഭ നിമിഷങ്ങളിൽ തന്നെ 2050 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിൻ്റെ ഒരു മേജർ സപ്പോർട്ട്. ആ സപ്പോർട്ടിൽ നിന്നും നല്ലൊരു റിക്കവറിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് പഠിക്കണം. പ്രദീപ് സാർ, അവസാനമായിട്ട് നമുക്ക് IREDയെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഇന്ത്യൻ റിന്യൂവബിൾ എനർജിയുടെ ഓഹരികൾ ഇന്ന് 3.5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരു QIP വഴി ഫണ്ട് റൈസിങ്ങിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും 169 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. IREDയുടെ ഈ ഒരു ഇടിവിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? IREDയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഓൾറെഡി ബെയറിഷ് ആയിരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ഓൾറെഡി കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ കാണാനിടയായി. സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് 168 രൂപ. 168ന്റെ സപ്പോർട്ട് അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു നല്ലൊരു കുതിപ്പ് ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 192 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. സുരേഷ് സാർ, നമുക്ക് ഏതായാലും സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് പോകാം അല്ലേ? ജാസ്മിൻ, ആ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്സിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം എസ്പെഷ്യലി ഏവിയേഷൻ സ്റ്റോക്സ്, അതായത് എയർലൈൻ സ്റ്റോക്സും അത് കൂടാതെ തന്നെ എയർപോർട്ട് സ്റ്റോക്സും നമ്മളൊന്ന് വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2-3 ഹെഡ്വിൻസ് ആ സെക്ടറിനുണ്ട്. ഒന്ന്, നമുക്കിപ്പോൾ അടുത്ത കാലത്ത് ഇന്നലെ തന്നെ നടന്ന അഹമ്മദാബാദിലെ എയർ ഇന്ത്യയുടെ എയർ ക്രാഷ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ക്രൂഡ് പ്രൈസസ് ഉയരുന്നു. അത് കാരണം ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിന് വില കൂടാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇസ്രായേൽ-ഇറാൻ കോൺഫ്ലിക്റ്റ് കാരണം നമുക്ക് ഏതാണ്ട് മിഡിൽ ഈസ്റ്റ് വഴി അല്ലെങ്കിൽ ഗൾഫിൻ്റെ രാജ്യങ്ങളിലെ മുകളിൽ കൂടെ പോകുന്ന യാത്രയും ചിലപ്പോൾ ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടി വരും. അതൊരു അഡീഷണൽ കോസ്റ്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും 3 ഹെഡ്വിൻസും കൂടി ആ ഇൻഡസ്ട്രികളെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ നമ്മൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് വരുമ്പോൾ, ജാസ്മിൻ, ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ മിന്നായം പോലെ വരുമ്പോൾ അവിടെ നിന്നാണ് ഒരു സ്പോട്ട്ലൈറ്റിൽ ഒരു സ്റ്റോക്ക് ഉദിച്ചു വരുന്നതെന്നുള്ള. ഇപ്പം നമ്മളിപ്പോൾ ഒരു 3-4 കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടൊരു ന്യൂസ് പറഞ്ഞാൽ ഗവൺമെൻറ് സാധാരണ ഈ എയർ കണ്ടീഷനിലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, അതായത് പവർ ആൻഡ് എനർജി കൺസർവേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം നമ്മുടെ AC-യിലൊക്കെ ഏതാണ്ട് 18ഉം 17ഉം ഒക്കെ നമുക്ക് വെക്കാം അല്ലേ? ഇപ്പം ഗവൺമെൻറ് പറയുന്നത് 20 മിനിമവും 28 മാക്സിമവും അതിനകത്തേ വയ്ക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റെഗുലേഷൻ വരുന്ന കാരണം ആ ഇൻഡസ്ട്രിക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ AC-യുടെ ഡിസൈൻസിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, റിമോട്ട് കൺട്രോളിന് ചേഞ്ച് വരുന്നുണ്ട്. മൂന്നാമത്, ഫേം വെയർ എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ എംബഡഡ് ഓൺ ടു ഹാർഡ്വെയർ. ഇതിനൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 2-3 മാസത്തിനുള്ളിൽ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് ആയ എയർ കണ്ടീഷൻ മാനുഫാക്ചറേഴ്സ് അതിനുള്ള ചേഞ്ചസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇൻകോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ നമ്മളൊന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ന്യൂസ് പറയാൻ കാര്യം വെച്ചാൽ ഇതേപോലെയുള്ള ചെറിയ ന്യൂസുകളിൽ നിന്നായിരിക്കും നമുക്കൊരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഐഡിയ കിട്ടുന്നതെന്നുള്ള. പക്ഷേ ഞാനിത് എയർ കണ്ടീഷൻ കമ്പനി അല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഇതെന്താണെന്ന് വെച്ചാൽ 2.5 കൊല്ലം മുമ്പേ വന്ന ഒരു റൂളാണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡറാണ്. അത് ഏതാണ്ട് ജൂൺ 8-9 മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് വേറൊന്നുമല്ല, ഈ ട്രക്കുകൾ അല്ലെങ്കിൽ ഹെവി ട്രക്കുകൾ ഉണ്ടല്ലോ, അതായത് ലൈറ്റ് ആൻഡ് മീഡിയം ട്രക്സ്, കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ക്യാബിൻസിൽ ഇനി മാൻഡേറ്ററി ആയിട്ട് എയർ കണ്ടീഷൻ വേണം എന്നുള്ളതാണ്. ആ ഒരു റൂളാണ് ഇനി വരുന്നതെന്നുള്ളത്. അത് എന്തുകൊണ്ട് വരുമെന്ന് വെച്ചാൽ ഡ്രൈവേഴ്സ് ഫെറ്റീഗ്, അതായത് ഡ്രൈവേഴ്സിൻ്റെ ക്ഷീണം ഒന്ന് കുറയ്ക്കുക എന്നുള്ള കാര്യം. 2, ആ ഫെറ്റീഗ് കുറയുന്നതോടുകൂടി ആക്സിഡൻസ് കുറയും. അതായത് ഒരു സ്റ്റഡി പറയുന്നത് വെച്ചാൽ ഏതാണ്ട് ഒരു നല്ലൊരു ശതമാനം റോഡ് ആക്സിഡൻസും ഡ്രൈവറിൻ്റെ അശ്രദ്ധ എന്ന് നമ്മൾ പറയുമെങ്കിലും അതൊരു ഫെറ്റീഗാണ്. അതായത് നാഷണൽ പെർമിറ്റ് ലോറിയൊക്കെ നമുക്കറിയാലോ, കാശ്മീർ അല്ലെങ്കിൽ ഹിമാചൽ മുതൽ തമിഴ്നാട്, കന്യാകുമാരി, നാഗർകോവിൽ, തിരുവനന്തപുരം വരെ വരുന്ന ആ ഒരു യാത്ര
യാത്രക്കിടയിൽ അവർക്ക് വരാവുന്ന ഒരു മാനസിക സംഘർഷവും തളർച്ചയൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതൊക്കെ ഒരു റോഡ് ആക്സിഡൻസിന് കാരണമാവുന്നു എന്നുള്ള പറഞ്ഞു വയ്ക്കണം. അപ്പം ഫറ്റീഗ് റെഡ്യൂസ് ചെയ്യാനും ആക്സിഡൻസ് റെഡ്യൂസ് ചെയ്യാനും ഇത് ഉപകാരപ്പെടുന്നുള്ളതാണ്. അത് കാരണം തന്നെ ഈ പറയുന്ന പോലെ ഈ ടൈം റെഡ്യൂസ് ചെയ്യും. അതായത് ഇവരുടെ ഫറ്റീഗ് കുറയും തോറും ടൈം റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് കുറയും. അത് വലിയൊരു ഇൻക്രീസ്ഡ് എഫിഷ്യൻസി, ഫ്യൂവൽ എഫിഷ്യൻസി, കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഇതൊരു വളരെ നല്ല ഡിസിഷനാണ് എല്ലാ ക്യാബിനുകളും, അതായത് മീഡിയം ടു ഹെവി വെഹിക്കിൾസിൻ്റെ ക്യാബിനിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ ഇതിന് വേറൊരു സൈഡ് എഫക്റ്റും കൂടെ ഉണ്ട് കേട്ടോ. ഈ സാധാരണ നമ്മൾ ഈ ട്രക്കൊക്കെ ഓടിക്കില്ലേ, ഈ നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സൈഡ് ഗ്ലാസ് ഒന്നും അവർ ഇടാറില്ലല്ലോ. അപ്പോൾ സൈഡ് ഗ്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തോരം പൊല്യൂഷനാണ് ആ വിൻഡോയിൽ കൂടെ നമ്മുടെ മുഖത്തേക്ക് വരുന്നത്. അത് കൂടാതെ തന്നെ ഡ്രൈവേഴ്സിൻ്റെ ഹെൽത്തിന് വലിയൊരു കൺസേൺ ഉണ്ട്. അതായത് ദേ ആർ എക്സ്പോസ്ഡ് ടു ലോട്ട് ഓഫ് നോയിസസ്. അതായത് ഈ മറ്റുള്ള വണ്ടികളിൽ നിന്നുള്ള ഹോണും വണ്ടികൾ പോകുന്ന ശബ്ദങ്ങളൊക്കെ ഈ വലത്തെ ചെവിയിൽ അടിച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഈ ഡ്രൈവേഴ്സിന് സംഭവിക്കാറുണ്ടെന്നുള്ള. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവേഴ്സിൻ്റെ ഹെൽത്ത് വൈസും അത് മാത്രമല്ല ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസിക്കും ആ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ്സിനും ഈ ഒരു റൂള് വളരെ നന്നായിട്ട് വരുന്നു എന്നാണ്. അപ്പോൾ ഈ റെഗുലേഷൻ ശരിക്കും പറഞ്ഞാൽ ചില കമ്പനികൾക്ക് ഇതൊരു ഗെയിം ചേഞ്ചറാണ്. അത് നമ്മളെ സൈലൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഗെയിം ചേഞ്ചിങ് ആക്ടിവിറ്റിയാണ്. ഇത് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഈ ക്യാബിൻ എ സി, അതായത് ഇതുകൾക്ക് ക്യാബിൻ എ സി പ്രൊവൈഡ് ചെയ്യുന്ന ലിസ്റ്റഡ് ആയിട്ടുള്ളതും അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. അതിൽ ഞാൻ ഫേമസ് ആയിട്ടുള്ള 2 കമ്പനി, അതിലൊന്ന് ഈ പറയുന്ന പോലെ ഡെൻസോ ഇന്ത്യ, വേറൊന്ന് സൂബ്രോസ്. ഈ 2 കമ്പനീസാണ്. ബട്ട് അതിലെ മേജർ പ്ലെയർ എന്ന് പറയുന്നത് സൂബ്രോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ആയിട്ട് സൂബ്രോസിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇതിന് വലിയൊരു ടെയിൽ വിൻഡ് വരുന്നു. അതായത് ഈ ഓർഡർ തന്നെയാണ് അതിൻ്റെ ടെയിൽ വിൻഡ്. 1985 ഫൗണ്ട് ചെയ്ത കമ്പനിയാണ് ഈ സൂബ്രോസ് എന്ന് പറഞ്ഞാൽ. ഓട്ടോമോട്ടീവ് എയർ കണ്ടീഷനിങ്ങിൽ ഒരു പൈനിയർ കമ്പനിയാണ് സൂബ്രോസ് എന്നുള്ളത്. അവർക്കൊരു ടൈപ്പ് ഉണ്ട്. അതായത് ഡെൻസോ കോർപ്പറേഷൻ ജപ്പാൻ, അതൊരു ടയോട്ട കമ്പനിയാണ് കേട്ടോ. ഡെൻസോ കോർപ്പറേഷൻ ജപ്പാനായിട്ടും സുസുക്കി മോട്ടോർ കോർപ്പറേഷനായിട്ടുള്ള 2 മൾട്ടിനാഷണൽ കമ്പനീസായിട്ട് അവർക്കൊരു ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അവർ എന്താ പറയുക, ഈ നമ്മൾ പറയില്ലേ, അതായത് ഒരു സൂബ്രോസിൻ്റെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്താണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ ഈ കമ്പോണൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മേജർ കമ്പോണൻസും കാർ മേക്കേഴ്സിനെയും മാത്രമേ നമ്മൾ ഈ ഓട്ടോ സെക്ടറിൽ നമ്മൾ പറയാറുള്ളൂ. എയർ കണ്ടീഷൻ മേക്കേഴ്സിനെ കുറിച്ച് നമ്മൾ വലുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഒരു സൈലൻറ്റ് പ്ലെയറാണ് ഈ സൂബ്രോസ് എന്ന് പറയുന്നത്. അവർക്ക് ക്ലയൻറ്റൈൽ തന്നെ വളരെ വലുതാണ്. നമുക്കറിയാം ലാർജർ സെല്ലിംഗ് വെഹിക്കിൾസ് ഒക്കെയാണ് അവരുടെ ക്ലയൻസ്. ഒന്ന് മഹീന്ദ്ര, മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, ടയോട്ട, റെനോൾഡ്, നിസാൻ. അപ്പോൾ ഏതാണ്ട് ഒരു പ്രീമിയം ലെവലിലല്ലാത്ത താഴത്തെ ലെവലിലുള്ള എല്ലാവരും അവരുടെ ക്ലയൻസ് തന്നെയാണെന്നുള്ളതാണ്. അവരിപ്പോൾ ഈ ഓട്ടോമോട്ടീവ് എ സി കൂടാതെ തന്നെ അവരിപ്പോൾ ഈ ട്രക്കിൻ്റെ ഈ പറയുന്ന പോലെ ബസ് എ സിയിലും ട്രക്കിൻ്റെ എ സിയിലേക്കും കടന്നിട്ടുണ്ട്. ട്രക്കിൻ്റെ റെഫ്രിജറേഷൻസിൽ അവർ കടന്നിട്ടുണ്ട്. പിന്നെ ഈ ഓഫ് ഹൈവേ വെഹിക്കിൾസിൽ, അതായത് ഈ അഗ്രികൾച്ചർ വെഹിക്കിൾസ് അല്ലെങ്കിൽ ട്രാക്ടർ ട്രെയിലേഴ്സ്, കൺസ്ട്രക്ഷൻസിൽ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ എ സിയിൽ ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സും സംവി മോട്ടോഴ്സിന്റെ ക്രെയിൻസും ഒക്കെ പറയുന്നില്ല, അതിൻ്റെയൊക്കെ ക്യാബിൻസിനും എ സി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയായി സൂബ്രോസ് മാറി എന്നുള്ളത് അവരൊരു ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഗ്രോത്തിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെയാണെന്നുള്ളതാണ്. അവർക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഓർഡർ വന്നല്ലോ, അതായത് എല്ലാ ക്യാബിനും എ സി വേണമെന്ന്. ഇത് പഴയ ട്രക്കിന് ബാധകമല്ല, ഏതായാലും പുതിയതായിട്ടുള്ള ട്രക്കിന് ബാധകം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതിയതായിട്ട് ഏതാണ്ട് ഇന്ത്യയിൽ ഒരു കൊല്ലം 3 ലക്ഷം തൊട്ട് 4 ലക്ഷം വരെ പുതിയ ലോറീസാണ് സാധാരണ ഒരു കൊല്ലം അല്ലെങ്കിൽ ട്രക്സ് ഇന്ത്യൻ നിരത്തുകളിലേക്ക് രജിസ്റ്റർ ചെയ്ത് ഇറങ്ങുന്നതെന്ന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഹ്യൂമംഗസ് ഓപ്പർച്യൂണിറ്റി. എന്നാൽ പഴയ ട്രക്കിന് ഈ പറഞ്ഞ പോലെ മാറ്റണം, റിട്രോഫിറ്റിംഗ് എന്ന് പറയുന്ന ഒരു റൂളില്ല. ബട്ട് ഈവൻ ദെൻ എല്ലാ ലോറികളും ഇനി ഇറങ്ങുന്ന ട്രക്കുകൾ പുതിയതായിട്ട് വരുന്നതിൽ എ സി വരുമ്പോഴത്തേക്കും പഴയ ട്രക്കുകൾ, അതായത് വലിയ വലിയ കമ്പനീസിനൊക്കെ ഒരുപാട് ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ തമിഴ്നാട് തന്നെ KPN അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ സർവീസസ് ഉണ്ട്, ഇവർക്കുമൊക്കെ തന്നെ ഇത് എ സി ആയിട്ട് മാറ്റേണ്ടി വരും എന്നുള്ള. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 80 ലക്ഷം, ഇതൊരു എസ്റ്റിമേറ്റ് കണക്കാണ്, 80 ലക്ഷം മുതൽ 1 കോടി വരെ എക്സിസ്റ്റിംഗ് ഓൾഡ് ട്രക്സ് ഇന്ത്യൻ റോഡ്സിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു 5 തൊട്ട് 10% ട്രക്കുകൾ പോലും എ സി ഫിറ്റ് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ യു ആർ ടോക്കിംഗ് അബൌട്ട് 5 lakhs to 10 lakhs of 15 lakhs ഓഫ് retrofitting. അത് തന്നെ ഏതാണ്ട് 3000 കോടിയുടെ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ പുതിയ ട്രക്കുകൾ അവിടെ നിൽക്കട്ടെ, 3000 കോടി പഴയ ട്രക്കിൽ നിന്ന് കിട്ടുക എന്നൊക്കെ പറയുന്നതും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിസ്റ്റഡ് ആയിട്ടുള്ള 2 പ്ലെയേഴ്സിൽ വലിയൊരു മാർക്കറ്റ് ഷെയർ ഉള്ളത് സൂബ്രോസ് ആണെന്നും അവരുടെ പുറകിൽ ഈ പറയുന്ന പോലെ സുസുക്കി കോർപ്പറേഷനും ടയോട്ടയാണ് കൊളാബറേറ്റ് എന്താ പറയുക എന്താ പറയുക ടെക്നോളജിക്കൽ
കൊളാബറേറ്റിംഗ് കമ്പനിയായിട്ട് നിൽക്കുന്നുള്ളും ഇതേപോലുള്ള വലിയ വലിയ കമ്പനീസായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്, ക്ലയൻറ്റ് ലിസ്റ്റും ഉണ്ടെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി സൂബ്രോസ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. FY25 അവർ റവന്യൂ എന്ന് പറഞ്ഞാൽ 3400 കോടിയാണ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 120 കോടിയാണ്, EPS ഏതാണ്ട് 18.5 റുപ്പീസാണ് അതിൻ്റെ EPS എന്ന് പറഞ്ഞാൽ. മാർക്കറ്റ് ക്യാപ്പ് 5460 കോടിയായിരുന്നു ഇന്നലെ ക്ലോസിങ്ങിൽ, അതായത് 830 റുപ്പീസാണ് അതിൻ്റെ CMP എന്ന് പറഞ്ഞാൽ. സ്റ്റോക്കിൽ അതിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ അത് അത്ര ചീപ്പൊന്നുമല്ല. ബട്ട് ഇപ്പോൾ വന്ന ഓർഡറും ഇനി വരാവുന്ന ദിവസങ്ങളിൽ നാഷണൽ ചാനലുകളിലും മീഡിയകളിലും ന്യൂസ് പേപ്പറുകളിലും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള സമയം, ഇന്ന് മാർക്കറ്റ് ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഒരു ഡേ തന്നെയാണല്ലോ. നമുക്ക് മാനസികപരമായിട്ടും ഈ പറയുന്ന പോലെ മാർക്കറ്റിൻ്റെ ടെക്നിക്കൽസും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലൂമി ഡേയിൽ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്ത് സ്പോട്ട്ലൈറ്റിൽ വയ്ക്കാവുന്നതാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ വക ന്യൂസുകൾ അല്ലെങ്കിൽ സൂബ്രോസിനെ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും ഇതിൻ്റെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസും പലയിടത്തും വന്നേക്കാം. നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇതിനെ പിക്ക് ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് വഴി എന്ന് മാത്രം. ജാസ്മിൻ. യെസ്, ഏതായാലും നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും 1% എന്നുള്ള ഒരു ഇടിവ് ഒരു അല്പം ഭേദപ്പെട്ടിരിക്കുന്നു. 216 പോയിന്റുകളിലേക്ക് എത്തിയിരിക്കുന്നു. 0.87% ഒരു ഇടിവാണ് നിഫ്റ്റി 50യിൽ കാണുന്നത്. എഗെയിൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുന്ന സമയത്തും ആ ഒരു ഇടിവ് 1% തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട സെക്ടേഴ്സിലും സ്റ്റോക്കുകളിലുടനീളം ആ ഇടിവ് തുടരുന്നു. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ആർട്ട് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സും അനാലിസിസുമായിട്ട് അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.